കൂടെ ഇപ്പം നമ്മളെപ്പോഴും നമ്മളൊരു ടീം ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ഫേവറേറ്റ്സിനെ ഫ്രണ്ട്സിനെ ഒക്കെ കൂടെ ആണ് നമ്മൾ ടീമിലേക്ക് പിക്ക് ചെയ്യാൻ ട്രൈ ചെയ്യുക. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ എന്റെ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു കോട്ടേഴ്സ് ആണ് പറഞ്ഞ കോട്ടേഴ്സ് എന്നുള്ളതിനേക്കാൾ ഒരു ഗംഭീര ആക്ട്രസ് ആണ് പറഞ്ഞത്. അപ്പൊ എനിക്കും പെർഫോം ചെയ്യുമ്പോൾ ചില സീക്വൻസസ് ഒക്കെ എടുക്കുമ്പോൾ എന്റെയും കുറെ പണി ഈസി ആക്കി തരുന്നത് കൂടെയുള്ള ആളുകളാണ്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ അപർണയുടെ കൂടെ ഭയങ്കര കംഫർട്ടബിൾ ആണ് വർക്ക് ചെയ്യാൻ. പിന്നെ അപർണ എന്നുള്ളതും ഇപ്പം സൺഡേ ഹോളിഡേ ആയാലും കിഷ്കിന്ധകാണ്ഡം ആയാലും എല്ലാം ഡയറക്ടറിന്റെ ചോയ്സ് ആണ്. ഒരിക്കലും എനിക്ക് അതിനകത്ത് റെക്കമെൻഡേഷനോ സ്പേസോ അങ്ങനെ ഒന്നുമില്ല. എന്റെ അടുത്തും ജിത്തു സാറ് പറയുമ്പോ ഇത് പ്രൊജക്ട് ഓൺ ആയതിനു ശേഷം സാറിന്റെ ഫസ്റ്റ് ചോയ്സ് വാസ് അപർണ. അപർണയുടെ കൂടെ അപർണ തന്നെയായിരുന്നു ആ കാസ്റ്റ് ഉണ്ടായിരുന്നത്. അപ്പൊ എനിക്ക് അപർണയാണെങ്കിൽ കൂടുതൽ സന്തോഷം, അല്ലെങ്കിൽ വേറെ ആരാണെങ്കിലും നല്ലൊരു പെർഫോമർ, നന്നായി ആ ക്യാരക്ടർ ഹാൻഡിൽ ചെയ്യാൻ അങ്ങനെ പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരാളാവണം എന്ന് മാത്രമേ ഞാൻ ഡിമാൻഡ് ചെയ്യാറുള്ളൂ. അതെ അതെ. ഇപ്പൊ ഈ ഇതിന്റെ പ്രൊമോഷൻ വരുമ്പോഴാണ് ഏറ്റവും കൂടുതൽ അത് ഞാൻ ശ്രദ്ധിച്ചു തുടങ്ങിയത്. ഇതിന്റെ അകത്ത് ഒരു ഭാഗ്യ ജോഡി എന്നുള്ള ഒരു ലേബലിലേക്ക് എത്തി എന്നുള്ളത്. അപ്പൊ അതൊരു വലിയ റെസ്പോൺസിബിലിറ്റിയാണ്. സിനിമയ്ക്ക് ആവശ്യമില്ലാത്തൊരു പ്രഷർ വരുന്നുണ്ട് അതില്. നോക്കാം, എന്തായാലും റിലീസ് കഴിയുമ്പോ അറിയാം.